ഓൺലൈൻ ടാക്സികൾക്കായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ അഗ്രഗേറ്റർ നയം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. ലൈസൻസിംഗ് അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും നിയമിച്ച് ലൈസൻസിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. നയം പുറത്തിറക്കി ഒരു വർഷം പിന്നിടുമ്പോൾ അത് പ്രാബല്യത്തിൽ വരാത്തതിനെതിരെ അമൃത ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത ഓൺലൈൻ ടാക്സികളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവരുടെ ആശങ്കയും ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വേതനം സംബന്ധിച്ചുള്ള ആകുലതയും വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഓൺലൈൻ ടാക്സികൾക്കായി 15 മാസം മുമ്പ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ അഗ്രഗേറ്റർ നയം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും ഇവരുടെ ആശങ്ക അകറ്റണമെന്നുമായിരുന്നു ആവശ്യം. വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാർ ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചത്. ലൈസൻസിംഗ് അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും നിയമിച്ച് ലൈസൻസിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. ഒരു അപേക്ഷയാണ് നിലവിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അത് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ബോർഡിൽ വെച്ചിരിക്കുകയാണ്. അതേസമയം അഗ്രഗേറ്റർ നയം പ്രാബല്യത്തിൽ വരാനുള്ള നടപടികൾ ആരംഭിച്ചതോടെ ഇനി തങ്ങൾക്ക് നിയമപരിരക്ഷ കിട്ടുമെന്ന ആശ്വാസത്തിലാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും യാത്രക്കാരും. കമ്പനികൾക്ക് ലൈസൻസ് വേണമെന്ന ആവശ്യവുമായി കോഴിക്കോട് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഹൈക്കോടതി സമീപിച്ചതിനെ തുടർന്നാണ് 2024 ഒക്ടോബർ 8-ന് സംസ്ഥാന സർക്കാർ ഓൺലൈൻ ടാക്സികൾക്കായി അഗ്രഗേറ്റർ നയം പുറത്തിറക്കിയത്. എന്നാൽ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നില്ല എന്നതായിരുന്നു ഡ്രൈവർമാരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയായിരുന്നു യൂണിയൻ. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി 20,000 ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ ഓടുന്നുണ്ടെന്നാണ് കണക്ക്. ഊബർ, ഓല, കേരള സവാരി, ജുബ്നോ തുടങ്ങിയവയാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.